ൻ്റെ പ്രവർത്തനം സമഗ്രമായിട്ട് കൊണ്ടുവരുമ്പോൾ മാത്രം ഉണർന്നു വരുന്നതാണ്. അപ്പോഴേ കോൺഷ്യസ്നെസ് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ ഒരു കോൺഷ്യസ്ലി ഇരിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എപ്പോഴും ആ കോൺഷ്യസ്നെസ്സിൽ എപ്പോഴും സ്റ്റെബിലിറ്റി ഉണ്ട്. അവിടെ ഒരിക്കലും ഫ്ലക്ച്വേഷൻ ഇല്ല. കോൺഷ്യസ്നെസ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്ലാരിറ്റിയെ നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ വ്യക്തികൾ കോൺഷ്യസ്ലി എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് വളരാത്തതുകൊണ്ട് അവരുടെ ശ്രദ്ധ ഞാൻ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയിലോട്ട് കൊണ്ടുവരാത്തതുകൊണ്ടാണ് മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്നത്. ഈ കൺട്രോൾ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കും. ഈ കൺട്രോള് അവസാനിക്കേണ്ട കാലം കഴിഞ്ഞിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താ, ഈ കൺട്രോൾ ചെയ്യുമ്പോൾ അവർക്ക് കോൺഷ്യസ്നെസ്സിലോട്ട് പോകാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. സെൽഫായിട്ട് കോൺഷ്യസ്നെസ്സിലോട്ട് പോകാനുള്ള അവസരം നമ്മൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കോൺഷ്യസ്നെസ്സിലോട്ടുള്ള ഡെവലപ്മെൻറ്റ് പോസിബിളല്ല. നമ്മൾ മറ്റുള്ളവരെ ആയിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്, കൺട്രോൾ ചെയ്യാൻ നോക്കരുത്. അപ്പം നമ്മളുടെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് സ്പേസുമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമ്മളുടെ ഡെവലപ്മെൻറ്റ്. അങ്ങനെ പോകണം, സ്പേസുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ശരീരമായിട്ടുള്ള ബന്ധങ്ങൾ പെർഫെക്റ്റായിട്ട് കൊണ്ടുപോകണ്ടേ. അപ്പം ഞാൻ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്നിടത്ത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ചില തോട്ടുണ്ടെങ്കിൽ ഈ തോട്ട് വെച്ചായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഓ ഇവൻ ഇതാണ് പറയുന്നത്, ഓ ഇതിൻ്റെ കോൺസിക്വൻസ് ഇതായിരിക്കും. എല്ലാം ചിന്തയുള്ളവനെല്ലാം കോൺസിക്വൻസ് ആയിരിക്കുന്ന, ഓ ഇവൻ പറയണത് ഇന്നതാണ്, ഇതിൻ്റെ ഫലം ഇന്നതാണ്. എപ്പോഴും ഫലം ഓറിയൻറ്റഡാണ്, റിസൾട്ട് ഓറിയൻറ്റഡാണ്. റിസൾട്ട് ഓറിയൻറ്റഡ് അല്ലാതെ കേൾക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ റിയാലിറ്റിയായിട്ട് നമ്മൾ കണക്ട് ആകുന്നത്. റിസൾട്ട് ഓറിയൻറ്റഡ് ആകരുത്. കാരണം നമ്മൾ ലൈവാണ്. ആ ലൈവായിട്ടിരിക്കുന്ന അവസ്ഥയെ കൂടുതൽ അറിയുന്നതാണ് നമ്മുടെ ജീവിതം. ആ ലൈവായിട്ടിരിക്കുന്ന അവസ്ഥയെ അറിയുന്നതാണ് ജീവിതം. യെസ്, ഗുഡ് മോർണിംഗ് റൂബി ഗംഗാധരൻ. അപ്പം നിരന്തരം ഈ നമ്മളെന്ന് പറയുന്ന റീസെൻ്റ് ഡെവലപ്മെൻറ്റിനെ നമ്മൾക്ക് സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. അത് സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് ക്ലാരിറ്റി ഫർദർ കിട്ടത്തുള്ളൂ. ഇൻഫർമേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം സ്റ്റേബിളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം നമ്മുടെ ശ്രദ്ധയിൽ ഉണരണം. ഇതാണ് ഒരു വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി. എൻ്റെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിനെ പ്രവർത്തിപ്പിക്കുന്നത് എന്താണ്, അത് എൻ്റെ തുടർച്ച എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ അതാണ് എൻ്റെ ആശ്വാസം. അതാണ് എൻ്റെ ആശ്വാസം. നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ല ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങോട്ട് നമ്മുടെ ശ്രദ്ധ എത്തിയാൽ നമ്മുടെ മനസ്സിന് സമാധാനം. അവിടെ കോൺഫ്ലിക്റ്റ് ഇല്ല. ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നിരന്തരം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നിരന്തരം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. അതാണ് നമ്മളുടെ ഇൻ്റലിജൻസ്. എന്തുകൊണ്ട് നമ്മൾക്ക് മാനസിക അസ്വസ്ഥത വരുന്നത്? തുടർച്ച നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖവും ദുരന്തവും തുടർച്ച ഇല്ല, നിൽക്കാൻ പറ്റാത്ത. അപ്പം തുടർച്ചയിൽ നിൽക്കണം. ആ തുടർച്ച നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുക, ഇത് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവർ ഇഷ്ടപ്പെട്ടവർ പഠിപ്പിച്ചത് കൊണ്ട് ഇത് വിട്ടുകളയാൻ വലിയ പണിയാണ്. അപകടം ഇവിടെ കിടക്കുന്നു.
നമുക്ക് പ്രിയപ്പെട്ടവർ പഠിപ്പിച്ചു തന്നത് ഒഴിവാക്കിയാൽ ജീവിതത്തിൻ്റെ സാധ്യത കെട്ടുപോകും എന്നുള്ളൊരു ഭയമുണ്ട്. അത് വിട്ടുപോകുന്ന ഒന്ന് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, വിട്ടുപോകും. എനിക്കെടുത്ത് കളയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് എടുത്തു വെച്ചതല്ലേ. എനിക്ക് എടുത്തു കളയാവുന്നതാണെങ്കിൽ അത് എടുത്തു വെച്ചതാണ്. നമുക്ക് വിശ്വാസം ഒഴിവാക്കാവുന്നതാണ്, വിശ്വാസം മാറ്റാവുന്നതാണ്. അതെല്ലാം നമ്മളായിട്ട് ചെയ്തു വെച്ചതാണ്. ഇതെല്ലാം നമ്മളായിട്ട് ചെയ്തു വെച്ചതാണ്. അതുകൊണ്ട് നമ്മൾക്കത് എടുത്തു കളയാം. നമ്മൾ എന്ന് പറയുന്ന അവസ്ഥ ഞാനായിട്ട് ഉണ്ടാക്കിയതാണ് അല്ല. നമ്മൾ എന്ന് പറയുന്നത് ഞാനായിട്ട് സൃഷ്ടിച്ചതല്ല. അത് സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് എൻ്റെ താല്പര്യം ഈ ഞാൻ എന്തിൽ നിന്ന് രൂപം കൊണ്ടുവന്നു അതുമായിട്ടുള്ള എൻ്റെ ബന്ധം, ഞാൻ എന്നിൽ നിന്ന് എങ്ങനെ രൂപം കൊണ്ടു, അപ്പം എൻ്റെ അധികാരം എന്താണ്, എൻ്റെ അധികാരം ഞാനെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ്, എൻ്റെ ദൗത്യം എന്താണ്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഞാനെന്ന് പറയുന്ന വ്യവസ്ഥ രൂപം കൊള്ളാൻ കാരണമായിട്ടുള്ളതുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ശ്രദ്ധയിൽ വരേണ്ടത്. എന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാനെന്ന് പറയുന്നത് നമുക്കറിയാം അവൾ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. ഞാനെന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ്. അപ്പം എന്തു ചെയ്യണം? ഞാൻ നിലനിൽക്കാനുള്ള കാരണം എന്താണ്? നശിക്കാത്ത ഒന്നിൽ നിന്നാണെങ്കിൽ അങ്ങനെയുള്ളത് ഞാൻ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. നശിക്കുന്ന ഞാനാണെങ്കിൽ അതിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഞാനെന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് നശിക്കുന്നതാണെങ്കിൽ പിന്നെ എന്തിനാ പാടുപെടുന്നത്? നശിക്കുന്ന ഒന്നുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരുന്നു. നശിക്കാത്ത ഒന്നിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? നശിക്കാത്ത ഒന്നിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? അതിലാണ് കാര്യമിരിക്കുന്നത്. അതവിടെ ഉണ്ട്, അത് നിത്യമായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് പറ്റത്തില്ല. വളരെ സിമ്പിളാണ്. വേണ്ടാത്ത പൊട്ട തീരുമാനങ്ങൾ, അലുത്തുപോകുന്ന തീരുമാനങ്ങളുണ്ടെങ്കിൽ ആ തീരുമാനം ശരിയാണെന്നും പറഞ്ഞ് നമ്മൾ ശരിയല്ലാണ്ടാകുന്നതിന് പകരം ആ തീരുമാനം വിട്ടുകളഞ്ഞ് ആശ്വാസത്തിലോട്ട് മാറിയാൽ മതി. വളരെ എളുപ്പമാണ്. വളരെ സിമ്പിളാണ്. അപ്പം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ ജീവിതം. അപ്പം നിരന്തരം സംഭവിക്കുന്ന അവസ്ഥയുമായിട്ട് ഞാൻ അല്ലെങ്കിൽ നമ്മൾ കണക്റ്റഡ് ആണെങ്കിൽ തെളിച്ചം ഉണ്ടാവും. അല്ലെങ്കിൽ കുറേ വെളിച്ചം ഉണ്ടാവും, കുറേ വേറെ വെളിച്ചം ഉണ്ടാവും. ഞാൻ വെളിച്ചമായിട്ട് മാറത്തില്ല, ഞാൻ വെളിച്ചമാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. മറ്റുള്ള വെളിച്ചം വീണിട്ട് കുറേ കാര്യങ്ങൾ അറിയാം, പക്ഷെ ഒരു പ്രയോജനമില്ല. ഞാനാണ് വെളിച്ചം, ഞാൻ തന്നെയാണ് എൻ്റെ വെളിച്ചം. വേറൊരു വെളിച്ചം വരാനില്ല. ഞാനാണ് എൻ്റെ വെളിച്ചം, അല്ലാണ്ട് വേറൊരു വെളിച്ചമില്ല. ഗുഡ് മോർണിംഗ് ബിജു. വേറൊരു വെളിച്ചമില്ല, ഞാൻ തന്നെയാണ് വെളിച്ചം. അപ്പം ഞാൻ പ്രവർത്തിക്കുന്നു അല്ലേ? അവിടെ ലൈവാണ്. ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ സംസാരിക്കുന്നതല്ല ചെയ്യുന്നത്. ഞാൻ എന്ന് പറഞ്ഞവിടെ ലൈവായിട്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അത് ഞാൻ പുറത്തെന്ത് പറയുന്നു അതല്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവിടെ
ഞാൻ എന്ത് പുറത്ത് ചെയ്തു, ഞാൻ കാർ ഓടിച്ചു, ഞാൻ സംസാരിച്ചു, എനിക്ക് മറ്റൊരാളുമായിട്ട് പരിചയമുണ്ട്, അതല്ല. അതിന് കാലത്തിൻ്റെ പ്രസക്തി മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ചെയ്യാൻ കാരണമായിട്ട് നിലനിൽക്കുന്ന സംവിധാനം, അവിടെയാണ് നമ്മുടെ ശ്രദ്ധ എത്തേണ്ടത്. അവിടെയാണ് ഞാൻ വെളിച്ചമാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ സൂര്യപ്രകാശം അടിച്ചിട്ട് മറ്റുള്ള ഫോഴ്സിൻ്റെ റിഫ്ലക്ഷൻസ് കണ്ടിട്ട് അതിൻ്റെ പുറകെ പോകും. ഞാനായിരിക്കണം വെളിച്ചം, ഞാനാണ് എൻ്റെ വെളിച്ചം. പറയും ഈ വാക്കുകൾ നമ്മൾ നിരന്തരം കേട്ട് അത് നമ്മളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് വീണ്ടും വീണ്ടും ഇത് കേൾക്കാനുള്ള ഒരു ഇത് തരുന്നത്. ഈ വാക്കുകളല്ലേ നമ്മളെ സ്വാധീനിക്കുന്നത്. അത് നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും അതിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളത് ഇത് വരുന്നത്, ആകർഷണം വരുന്നത്. ആ ആകർഷണത്തിനകത്ത് എന്തോ ഇത് സംഭവിക്കാതിരിക്കുമ്പോൾ ഇത് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത്. അതായത് ശബ്ദം നിരന്തരമുള്ളതാണ്. ശബ്ദം നമ്മൾ ഉണ്ടാക്കുന്നതല്ല. നമ്മൾ സംസാരിച്ചപ്പോൾ ആണ് ബഷീറിന് ഇത് കിട്ടിയത് എന്നൊരു ഭാഗം കുറച്ച് നാളത്തെ കൂടിയേ ഉള്ളൂ. ബഷീർ തെളിഞ്ഞ് വരുമ്പോൾ ഇതിങ്ങനെയാണ് എന്ന് റിയലൈസ് ചെയ്യുന്നൊരു ഭാഗത്തോട്ടെത്തും. അത്രയേ ഉള്ളൂ സംഭവിക്കാൻ. ഇപ്പോൾ ഒരു ടെമ്പററി ഭാഗത്താണ് അങ്ങനെ തോന്നുന്നത്. ഓരോ വ്യക്തി മറ്റാരും പറഞ്ഞു തന്നിട്ടല്ല, ഞാനിവിടെ നന്നായി നിലനിൽക്കുന്നത്. അത് നന്നായി നിലനിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരെ കേൾക്കാൻ സാധിച്ചത്. ഈ തിരിച്ചറിവാണ് നമ്മളിൽ ഡെവലപ്പ് ചെയ്ത് വരേണ്ടത്. ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് സെബാസ്റ്റ്യൻ പറഞ്ഞതുകൊണ്ട് പ്രവർത്തിക്കുകയല്ല, ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് സെബാസ്റ്റ്യൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഞാനും കേൾക്കുന്നത്. കേൾക്കുന്ന ആളും പറയുന്ന ആളും ഒരേ സിറ്റുവേഷനാണ്, ഒരേ സാഹചര്യത്തിലാണ്. യെസ്, ഗുഡ് മോർണിംഗ് എബ്രഹാം ഹാരിഷ്. എല്ലാവരും ഒരേ സിസ്റ്റത്തിനകത്താണ്. നമ്മളെവിടെയൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നതിന് പകരം മറ്റുള്ളതിനെ ശ്രദ്ധിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ശ്രദ്ധ പുറത്തോട്ട് പോയി. ഈ ഒരു ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ഭാഗം മാത്രമേ ഉള്ളൂ. ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ഭാഗം മാത്രമേ ഉള്ളൂ. മിക്കവർക്കും അവരിലോട്ട് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് നമുക്ക് ആരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ല. അവരവരിലോട്ട് ശ്രദ്ധയുള്ളവരുമായിട്ട് നമുക്ക് സഹകരിക്കാൻ എളുപ്പമാണ്. കാരണം ആരും മറ്റുള്ളവരുടെ കാര്യത്തിൽ, അവരവരെ ശ്രദ്ധിക്കുന്നവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടത്തില്ല. ഒരു കാരണവശാലും അവരെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അവരെ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റും. എന്നിട്ടും നമ്മളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പണി കിട്ടിൻ്റെ കിട്ടും. അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. നമ്മൾ ആരെ കേട്ടാലും നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. കേട്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നത് മെച്ചപ്പെടുത്താൻ എന്താണ് സാധ്യത, അപ്പോൾ സ്പേസ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്ങനെ സ്പേസ് കൊണ്ടുവരുന്നത്? ഇത് പഠിക്കാനിരിക്കരുത്, ഇത് കേൾക്കുന്നത് പഠിച്ചെടുക്കരുത്. പക്ഷേ ഇത് പഠിച്ചെടുത്താലാണ് കുഴപ്പം. പഠിക്കാതെ കേൾക്കുക, ഒന്നും പഠിക്കാനില്ല, ഞാൻ പെർഫെക്റ്റാണ്, അങ്ങനെ ഇരുന്ന് കേൾക്കുക. ഈ പഠിക്കാൻ പോകുമ്പോൾ പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ പഠിക്കുന്നതിനാ. പക്ഷെ ഒരു വ്യത്യാസം ഇപ്പോ അനുഭവിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് ഒരുപാട് ബിംബങ്ങളായി, അതായത് നമ്മള് ഭയങ്കര റെസ്പെക്റ്റോട് കൂടി കണ്ടിരുന്ന ആളുകളിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പോലും ആ റെസ്പെക്റ്റിന്റെ ആവശ്യപ്പോ ഇല്ല. അവര് സ്വാഭാവികമായിട്ട് അവര് തന്നെ ഇങ്ങോട്ട് ചോദിക്കുക, ഇപ്പൊ എന്താണ് എനിക്ക് സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട്.
ഞാൻ അവരുടെ കെണിയിൽ അവരുടെ സ്വാധീനത്തിൽ വീണു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ സൂഫി മേഖലയിലൊക്കെ സഞ്ചരിക്കുന്ന വലിയ വലിയ ബിംബങ്ങൾ തന്നെ പറയാം. അപ്പൊ അതൊരു ഭയങ്കര വ്യത്യാസമാണ് ഫീൽ ചെയ്യുന്നത്. നമുക്കൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്, ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. കാരണം ഈ ബിംബങ്ങൾ ബിംബങ്ങളായി തുടർന്ന് പോകുന്നില്ല, അതിനെ തകർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിങ്ങനെ ഒരു തോന്നല്. അതായത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മറ്റുള്ളവര് പ്രതികരിച്ചത് കൊണ്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ അപകടം മനസ്സിലാക്കണം. ഇത് കോൺഫിഡൻസ് ആണ്. കാരണം മറ്റുള്ളവർ ഇങ്ങനെ പ്രതികരിച്ചു, നമ്മൾ ശ്രദ്ധിച്ച് തുടരുമ്പോഴാണ് ക്ലാരിറ്റി ആകുന്നത്. മറ്റേതൊരു വിലയിരുത്താൻ അവർ കാരണമായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ശ്രദ്ധ അവരിലാണ്. അല്ല, നമ്മളിൽ തന്നെയാണ്. നമ്മളിൽ മാറ്റം വരാതെ നമുക്ക് അവരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള, അവരൊരാൾ സ്വാധീനിക്കപ്പെടാതെ ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് തിരിച്ചറിഞ്ഞൊരു കാര്യം. എക്സാക്ട്ലി, അതാണ് വേണ്ടത്. അല്ല അവർ ശ്രദ്ധിച്ചു എന്നുള്ളതല്ല, നമ്മളിൽ ശ്രദ്ധ നിലനിന്നു എന്നുള്ളതാണ് വേണ്ടത്. അതാണ് വേണ്ടത്. മറ്റുള്ളവർ ശ്രദ്ധിച്ചു അതുകൊണ്ട് എനിക്ക് മാറ്റമുണ്ടെന്ന് പറയുന്ന ഭാഗമാണെങ്കിൽ അപകടമാണ്. മറ്റുള്ളവർ നമ്മൾ അംഗീകരിച്ചു, അവിടെ അപകടമാണ്. ഇതുകൊണ്ട് പലപ്പോഴും ഈ സഭാകമ്പം മറ്റുള്ളവർ എന്നെ നോക്കുന്നു എന്നുവെച്ചാൽ ഞാൻ എന്നിലല്ല, ഞാൻ എന്നെ നോക്കുന്നില്ല, എന്നെ നോക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ മറ്റുള്ളവരെ നോക്കി നടക്കാൻ. നരകത്തിലെ പരിപാടിയാണ്. മറ്റൊരുത്തരെന്തായാണ് ഇവരെന്താ ഇങ്ങനെ ചെയ്യണത് എന്നുവെച്ചാൽ അത് നരകത്തിലെ പരിപാടിയാണ്. കാരണം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, തന്നെത്താൻ ചെയ്യുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതാണ് അവൻ്റെ ശാപം. അത് തന്നെയാണ്. മറ്റൊരുത്തൻ ചെയ്യുന്നത് എന്താണെന്നാണ് നോക്കാൻ പറ്റുന്നത്. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് അപകടം വരുന്നത്. ഭയങ്കര ദുരന്തമാണത്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും നഷ്ടപ്പെട്ടു പോവുകയും. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞാലേ നമ്മുടെ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റത്തുള്ളൂ. വൃത്തിയായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് കാണണം. അപ്പോൾ മറ്റൊരുത്തൻ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് അയാളെ വിമർശിക്കാനോ അല്ല അയാളുടെ പ്രവൃത്തിയെ അവലോകനം ചെയ്യേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിലെ ആകർഷണ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. നമ്മളിലെ ആകർഷണ ശക്തി സജീവമാകുമ്പോൾ ശ്രദ്ധ നമ്മളിൽ തന്നെയായിരിക്കും. ആകർഷണ ശക്തിയുടെ സ്വാധീനത്തിലാണ് നമ്മളിലോട്ട് ഓരോന്ന് വരുന്നത്. ഈ ആകർഷണ ശക്തി ഡെവലപ്പ് ചെയ്തിരിക്കുക, അവിടെ നിന്ന് റിഫൈൻമെൻറ്റ് നമ്മളിലോട്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആകർഷണ ശക്തി വെറും വിശപ്പായിട്ട് കാണരുത്. അതൊരു ശക്തിയാണ്, അതൊരു ശക്തിയാണ്. ആ ശക്തി മര്യാദക്ക് പ്രവർത്തിച്ചാൽ ഭക്ഷണം മാത്രമല്ല നമ്മളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, വെള്ളം മാത്രമല്ല, ശ്വാസം മാത്രമല്ല. ഈ ആകർഷണ ശക്തി മെച്ചപ്പെട്ട് വരുമ്പോൾ, നമ്മളിലെ ആകർഷണ ശക്തി മെച്ചപ്പെടുമ്പോൾ നമ്മളുടെ ശ്രദ്ധ, നമ്മളുടെ അറിവ് തനിയെ വർദ്ധിക്കും. ആകർഷണ ശക്തിയിൽ നിന്ന് അറിവ് വർദ്ധിക്കണം. എന്നാൽ മാത്രമേ അറിവിന് പ്രായോഗിക വശങ്ങളുള്ളൂ. പുസ്തകം വായിച്ചുകൊണ്ടുള്ള അറിവ് കൊണ്ട് പ്രായോഗിക തലങ്ങളൊന്നുമില്ല. നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിൻ്റെ അനന്തര ഫലമായിട്ടുള്ള ആകർഷണ ശക്തി, അത് സ്വീകരിക്കുന്നത്, ആ ശക്തി പ്രകാരം സ്വീകരിക്കുന്നത് ശരീരത്തിൽ വൃത്തിയായിട്ട് ലയിക്കുകയും തുടർച്ച അവിടെ സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തുടർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. തുടർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. നിത്യതയിലോട്ട്, ആ തുടർച്ച നമ്മളെ നിത്യതയിലോട്ട്, അപ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്.
നിത്യത എന്താണ്? ഇതിങ്ങനെ വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് തോന്നിവാസം പ്രവർത്തിക്കുന്നതല്ല. ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശൈലി, അതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. വൺസ് അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഒന്നുമില്ല. ഇങ്ങനെ പ്രവർത്തിക്കത്തുള്ളൂ. അവിടെ പെട്ടെന്ന് എന്ന് പറയുന്ന ഒരു ഭാഗമില്ല. ഇത് നിരന്തരമാണ്. ഇത് നിരന്തരം ഇങ്ങനെയാണ്. ആ നൈരന്തര്യതയാണ് കാര്യമിരിക്കുന്നത്. അപ്പം നമ്മളിൽ സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം നമ്മുടെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ വാക്കുകൾ മാറും, പ്രവൃത്തി മാറും. കാരണം നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെ കേന്ദ്രീകരിച്ചാണ്. മറ്റേത് മറ്റുള്ളവരിലുണ്ടാകുന്ന മാറ്റത്തെ കേന്ദ്രീകരിച്ചാണ്. അവിടെ എന്നും സ്ട്രെസ്സും സ്ട്രഗിളും ആയിരിക്കും. ഇത് നമ്മളിലെ മാറ്റത്തെ കേന്ദ്രീകരിച്ചാണ്. അവിടെ എന്നും സ്റ്റെബിലിറ്റി ഉണ്ട്. ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല. ഉണ്ടായേ പറ്റത്തുള്ളൂ. മറ്റൊരുത്തിന് എന്ത് ചെയ്യണം എന്നുള്ളതല്ല. ഞാൻ നിലനിൽക്കാനുള്ള കാരണം എങ്ങനെ പ്രവർത്തിക്കുന്നു, അതാണ് എൻ്റെ ആശ്വാസം. ഇവിടെ എന്താണ്? ഇവിടെ പൊളിറ്റിക്സ്, റിലീജിയൻ ഇതെല്ലാം കിടന്ന് പാടുപിടുകയാണ്. മതം പഠിപ്പിച്ചു, രാഷ്ട്രീയം പഠിപ്പിച്ചു, രാഷ്ട്രീയ ബോധം പഠിപ്പിച്ചു, എന്നിട്ട് തല്ലുപിടുത്തും അടിയും വഴക്കും ബഹളമാണ്. പഠിപ്പിച്ച കാര്യം നടപ്പിലാക്കാൻ കിടന്ന് പാടുപിടുകയാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് എന്ത് കാര്യമിരിക്കുന്നു? എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന, വളരെ വൃത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം, വളരെ വൃത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം അല്ലേ? വളരെ ഭംഗിയായിട്ട് ആ പ്രവർത്തനവുമായിട്ട് സഹകരിക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ കുറവുകൾ ശരീരത്തിൽ വരുന്നുണ്ടോ അതൊക്കെ റിപ്പയർ ചെയ്യാം.